നമ്മളിപ്പോൾ എന്നുള്ളത് SB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്തൊക്കെയാ കോഴ്സസ് ഉള്ളത്? കോഴ്സ് ഉള്ളത് നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, മാനേജ്മെന്റ്, ഫിസിയോതെറാപ്പി. അതെ, 2003 സ്റ്റാർട്ട് ചെയ്ത ഒരു ക്യാമ്പസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമ്പസിന്റെ വിശേഷത്തിലേക്ക് പോകാം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാമ്പസിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് വെച്ചാൽ ഇവരുടെ ഓഫീസും കാര്യങ്ങളും അതുപോലെ തന്നെ MBAയുടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. അവിടെയാണ് നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലൈബ്രറിയും അതുപോലെ തന്നെ ലാബുകളും വരുന്നത്. സോ അത് നമുക്ക് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ലാബ് മാത്രമല്ല, ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിന്റെ ലാബും ഈ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വരും. അതെ, അനാറ്റമിയും ഫിസിയോളജി ഒക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിന്റെ എക്സസൈസ് തെറാപ്പി, അതായത് ബയോമെക്കാനിക്സ് ലാബിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു നല്ല വലിയ ലാബ് അല്ലേ, എക്യുപ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ കുറെ കോളേജസിൽ കണ്ടതിനെക്കാട്ടിലും BPT സ്റ്റുഡൻസിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലാബായിട്ട് തോന്നുന്നു. ഇതാണ് ഇവരുടെ ഫൗണ്ടേഷൻ ലാബ് വരുന്നത്. അതായത് ഫൗണ്ടേഷൻ ലാബാണ്. ഫസ്റ്റ് ഇയേഴ്സ്, അതായത് നഴ്സിംഗിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ലാബാണ്. ഇവിടെയും അത്യാവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സക്ഷൻ പാരറ്റസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ ഒരു വാർഡ്രോബ് നിറച്ചും ഇൻസ്ട്രുമെൻസും കാര്യങ്ങളുമാണുള്ളത്. എന്നുവെച്ചാൽ ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻസിനോട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവർ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം ഇതെന്താണ്, ഇതാണോ എന്ന് ചോദിച്ചാൽ അവർ ഞെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഇവർക്ക് ഇതൊന്നും കണ്ടു പരിചയമില്ലെങ്കിൽ, ഓരോ എക്യുപ്മെന്റ് എടുക്കാൻ പറയാൻ കണ്ടു പരിചയമില്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കുന്നത്. കാരണം എപ്പോഴും സീനിയർ ഡോക്ടേഴ്സ് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ഇത് അറിയില്ലേ എന്ന് ചോദിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടമെന്റൽ ലാബ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ OBG ലാബിലാണ്. സോ നമുക്ക് നേരെ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തേക്ക്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന്. ഇതൊന്നും അറിയാണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി എന്തായിരിക്കും അവസ്ഥ? ഇത് ആക്ച്വലി നമ്മളിപ്പോൾ വിചാരിക്കും ഇത്രയൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണോ? യെസ്, വേണം. ഇതെന്ന് പറഞ്ഞാൽ ഓരോരോ ടൈപ്പ് ഓഫ് സർജറീസിൽ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ്സുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ഇവർക്ക് പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് വൺസ് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇവർക്ക് ഐഡന്റിഫൈ ചെയ്ത് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിലായിരിക്കണം, ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് പഠിക്കുന്ന സമയത്ത് ലാബ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓരോ ലാബ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ഈ ഒരു ലാബ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സാം വരുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ വന്ന് ചോദിക്കുക ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഇവരുടെ അനാറ്റമി ലാബ്. അനാറ്റമി ലാബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാലോ, ഇവിടുത്തെ നല്ലൊരു ലാബാണ്. ഇഷ്ടം പോലെ ഒറിജിനൽ ബോൺസ്, കള്ളായിക്കോട്ടെ, ബോഡിയിലെ എല്ലാ ബോൺസുകളും ഇവിടെ കുട്ടികൾക്ക് പ്രാക്ടീസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്പെസിമെൻസ് നമുക്കിവിടെ കാണാം. പിന്നെ ഒരു അട്രാക്റ്റീവ് ഫീച്ചർ ഞാൻ പറയുകയാണെങ്കിൽ, ഇവിടെ കുട്ടികൾക്കായിട്ട് കഡാവർ ഉണ്ട്. സാധാരണ നഴ്സിംഗ് കോളേജിൽ നമ്മൾ ഒരുപാട് നഴ്സിംഗ് നമ്മൾ വിസിറ്റ് ചെയ്തു. അതെ, നമുക്ക് ടാങ്ക് കാണിച്ചു തരാം കഡാവറിൻ്റെ. നമുക്ക് ഒരിക്കലും പുറത്തോട്ട് കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ. കഡാവർ നിങ്ങൾക്ക് ഡിസെക്ഷന് വേണ്ടിയുള്ള ടേബിൾ ഇതാണ്. പക്ഷേ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാലും അതാണ് ടാങ്ക്. ഇവിടെ കഡാവർ അവൈലബിൾ ആണ് കുട്ടികൾക്ക്. നമ്മൾ ഇത്രയും കോളേജിൽ പോയിട്ട് ഇന്ന് വരെ കഡാവർ ഉള്ളൊരു നഴ്സിംഗ് കോളേജ് കണ്ടിട്ടില്ല. അത് ഫിസിയോതെറാപ്പി, സാധാരണ മെഡിക്കൽ കോളേജസിലാണ് കൂടുതലും കഡാവേഴ്സ് കാണുന്നത്. നഴ്സിംഗ് സ്റ്റുഡൻസിനും ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഡാവർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായി കാണും, എന്താണ് കഡാവർ എന്നുള്ളത്. കഡാവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി കുട്ടികളുടെ പഠനത്തിനായിട്ട് നമ്മൾ ഫോർമാലിനൊക്കെ ഇട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനാണ് കഡാവർ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ അതിനകത്ത് കണ്ടും അതുപോലെ തന്നെ തൊട്ടും ഡിസെക്ട് ചെയ്തും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കലി നമുക്കൊരു കഴിവുണ്ടാകാൻ വേണ്ടിയിട്ട് എവിടെയാണ് നമ്മൾ ഈ നെർവ്സും വെസൽസും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഡാവർ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫെസിലിറ്റീസും ഈ ലാബിൽ അവൈലബിൾ ആണ് കുട്ടികൾക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് SB കോളേജിൻ്റെ സെമിനാർ ഹാളിലാണ്. സെമിനാർ ഹാള് നമ്മൾ മറ്റുള്ള കോളേജ് കണ്ടതിന് വളരെ നീറ്റ്, ഒരു തിയേറ്റർ എഫക്റ്റാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സെമിനാർ ഹാൾ വരുന്നത്. ഇപ്പോൾ ചെയേഴ്സൊക്കെ ആണെന്ന് നോക്കിയാലും നല്ല അടിപൊളി പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു മിനി തിയേറ്ററിന് തന്നെ പറയും ഈ ഒരു സെമിനാർ ഹാൾ. ഇതുപോലെ 2 സെമിനാർ ഹാളാണ് ഈ ഒരു ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവരുടെ സെക്കൻഡ് സെമിനാർ ഹാളിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെമിനാർ ഹാൾസ് കാണുമ്പോൾ ഒന്നെങ്കിൽ ഒരു കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ തിയേറ്റർ, ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഇവരുടെ ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോഴും ഫസ്റ്റ് നമ്മൾ കണ്ടത് MBAയുടെ ക്ലാസ് റൂം മാത്രമാണ്. ഇപ്പോൾ MBAയുടെ ക്ലാസ് റൂം കണ്ടത് ഈ ഒരു സെമിനാർ ഹാൾ വെച്ച് കണ്ടത് നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയും സെൻട്രലൈസ്ഡ് AC തന്നെയാണ്.
പിന്നെ സെമിനാർ ഹാളിനെ പറ്റി നിങ്ങൾ വീഡിയോ കാണുന്നതല്ലോ, പ്രത്യേകിച്ചൊന്നും പറയേണ്ടതല്ല. നല്ല അടിപൊളി ഫെസിലിറ്റിയാണ് ഇവരുടെ സെമിനാർ ഹാൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ നഴ്സിംഗിന് വേണ്ടി മാത്രമുള്ള ലൈബ്രറിയിലാണ്. നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ലൈബ്രറിയും പറഞ്ഞ് കണക്ക് വെച്ചിട്ടാണെങ്കിൽ 6000+ നഴ്സിംഗിന് വേണ്ടി മാത്രമുള്ള ബുക്സ് അവൈലബിൾ ആണ്. നമുക്ക് ആ ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ തന്നെ ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ലൈബ്രറി തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറിയാണ്. അപ്പോൾ ഈ ലൈബ്രറി നോക്കി കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 15,000+ ബുക്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ഓൺലി ഫോർ മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് തൊട്ട് മേളിൽ കുട്ടികൾക്ക് ബുക്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് മേളിൽ പോയിരുന്ന് വായിക്കാനുള്ള ഒരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ഒരു ഡിജിറ്റൽ ലൈബ്രറി സിസ്റ്റം കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതാണ് ഇവരുടെ മാനേജ്മെൻറ്റ് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ലാബ് വരുന്നത്. ഇവിടെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് BBA വരുന്നുണ്ട്, BCom വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ അതുകൂടാണ്ട് BCA വരുന്നുണ്ട്. BCAയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, BCA എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്. ഇതൊന്നും കൂടാണ്ട് ഇവിടെ ആർക്കിടെക്ചർ കോഴ്സ് ഉണ്ട്, ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള കോഴ്സസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റിയാണ് ഈ കാണുന്നത്. ഇതാണ് ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ് റൂം. ഈ ഒരു ക്ലാസ് റൂം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴെ കണ്ട ക്ലാസ് റൂം പോലെ AC ഫെസിലിറ്റി ഇല്ല, എന്നാലും അത്യാവശ്യം ഫാനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് അമ്യൂണിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പ്രൊജക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ബോർഡ് ഉണ്ട്, പ്രൊജക്ടർ സ്ക്രീന്. പിന്നെ എല്ലാ കോളേജും കാണുന്ന പോലെ ക്ലാസ് റൂംസ് എല്ലാം CCTV സർവൈലൻസിന് അണ്ടറിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഫസ്റ്റ് ഇയർ GNM സ്റ്റുഡൻസുമായിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു ഓവറോൾ റിവ്യൂ നമുക്ക് ചോദിക്കാം. പേരെങ്ങനെയാണ്? ലേന, സ്ഥലം കണ്ണൂര്. ഷെർലിൻ, കോട്ടയം. അമൃത, തൃശ്ശൂർ. അന്ന, ട്രിവാൻഡ്രം. ഷാൽവി, എറണാകുളം. ഷാന, കണ്ണൂർ. ഓക്കെ, എങ്ങനെയുണ്ട്? നിങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 3-4 മാസമായി. 3 months ആയിട്ടോ. 3 months. എങ്ങനെയുണ്ട് വന്നിട്ട്? ക്യാമ്പസ് എങ്ങനെയുണ്ട്? വന്നപ്പോൾ നമ്മൾ കുഴപ്പമില്ല, സ്റ്റഡീസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളും കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് വന്നത്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എത്തിയിട്ടുണ്ടോ ക്യാമ്പസ്? ഇല്ല. ഓക്കെ, എന്താണ് അതിനുള്ള പ്രോബ്ലം? എക്സ്പെക്റ്റേഷൻ നമ്മൾ ഒത്തിരി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നോക്കി വന്നതാണ്. അപ്പോൾ അത് കുറച്ച് കൾച്ചറൽ കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ കണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ സ്റ്റഡീസും ഉണ്ട്, എന്നാൽ പ്രോഗ്രാമും ഉണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അതെ, നമുക്ക് ഫസ്റ്റ് അൾട്ടിമേറ്റ്ലി വേണ്ടത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഉണ്ട്, അത് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വരുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ INC KNC എല്ലാ അപ്രൂവൽ ക്യാമ്പസും ഉണ്ട്. പിന്നെ ലാബ് ഞാൻ ഫസ്റ്റ് ഒന്ന് കയറി കണ്ടു. ലാബ് ഫെസിലിറ്റീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ലാബിൽ പോയി? പ്രാക്ടിക്കലിന് കുഴപ്പമില്ല, നല്ലതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കുറേ കോളേജസ് കണ്ടത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ കോളേജസിലും OBG ലാബുണ്ട്, അതുപോലെ അങ്ങനെ ഓരോ ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ഓരോ ലാബുണ്ട്. ലാബ് എന്ന് പറഞ്ഞ റൂം മാത്രമേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് എക്യുപ്മെൻറ്റ്സ് കാണില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ നഴ്സിംഗ് കോളേജ് ഇപ്പോൾ ഏകദേശം ഒരു 16 നഴ്സിംഗ് കോളേജ് കവർ ചെയ്തു. കെടാവറുള്ള ഒരു നഴ്സിംഗ് കോളേജ് മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, പിന്നെ ടീച്ചേഴ്സിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ? ഇംഗ്ലീഷ് തന്നെയല്ലേ? ഇംഗ്ലീഷ് മനസ്സിലാവാറുണ്ടല്ലോ. നിങ്ങളിവിടെ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റൂമിൽ എത്ര പേരാണ്? അതിപ്പോൾ ഒരു കണക്കനുസരിച്ചാണ്. 6 പേരാണെങ്കിൽ 6 പേര്, 8 പേര്, 4 പേര്, അങ്ങനെ. ബാത്റൂംസ് അറ്റാച്ച്ഡ് ആണോ? അല്ല, ഓരോ റൂമിനും ഓരോ ബാത്റൂം. ഓരോ റൂമിനും അതൊരു സ്പെസിഫിക് കീ ആണോ അല്ലേ? ഓക്കെ. മെസ്സ് എങ്ങനെയുണ്ട്? ആവറേജ്? നമ്മളിപ്പം കേരളത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടാണ് ഫസ്റ്റ് വരുമ്പോഴത്തേക്കും. പക്ഷെ അതൊന്നും അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആവറേജ് ഫുഡെന്ന് പറയാം അതോ തീരെ? ആവറേജ്. ഓക്കെ, കാര്യം ബാംഗ്ലൂർ 1-2 കോളേജ് മാത്രമേ ഉള്ളൂ ഫുഡ് നല്ലതെന്ന് പറയുള്ളൂ കുട്ടികൾ. ബാക്കി എല്ലാം ആവറേജ് ആണ്. ഓക്കെ, നിങ്ങൾ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒന്ന് 360 ഡിഗ്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ക്ലാസ് റൂം ആദ്യം ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളുള്ളത് റേഡിയോളജി സ്റ്റുഡൻസ് ആണ്. ഏത് ഇയറാണ് നിങ്ങൾ? ഫസ്റ്റ് ഇയർ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര മാസമായി? ഇപ്പോൾ 2 മാസം. പേരെങ്ങനെ ബ്രോടെ? ആദിത്യ. സ്ഥലം? കോട്ടയം. ആൽവി, കോട്ടയം. അഭിരാം, ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ, എങ്ങനെയുണ്ട് ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? ഫസ്റ്റ് നമുക്ക് അതിന് തുടങ്ങാം. കുഴപ്പമില്ല, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് മനസ്സിലാവണം. ഓക്കെ, ലാബ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഫിസിയോതെറാപ്പിയുടെ? MIT അല്ലേ? തുടങ്ങിയില്ല. ഓക്കെ, തുടങ്ങിയിട്ടില്ല. ക്യാമ്പസ് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എങ്ങനെ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? PG ആണ്. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ആവറേജ് ആണ്. ഓക്കെ, ഏരിയ എങ്ങനെയുണ്ട്? ക്യാമ്പസ് നിൽക്കുന്ന ഏരിയ? അടിപൊളി ഏരിയ. വളരെ എന്നാൽ സിറ്റിയിലാണെന്ന് പറയാൻ ചെയ്യാം, എന്നാലും തന്നെ വളരെ കാം അറ്റ്മോസ്ഫിയർ ആണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തോട്ടും ബസ് ഫെസിലിറ്റി ഉണ്ടോ ഇവിടുന്ന്?
എല്ലായിടത്തും നിങ്ങൾ എങ്ങനെ ഇത് വന്നിട്ട് വീട്ടിൽ പോയായിരുന്നു ഇടയ്ക്ക്? എങ്ങനെ ട്രാവലിംഗ് എങ്ങനെയാണ്? ബസ്സിന് ഇവിടുന്ന് എങ്ങനെ? കോളേജിന് പുറകെ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, അവിടുന്ന് നേരെ മജിസ്ട്രേറ്റ്. അവിടെ നേരെ ചിക്കുന്ന അവിടെ നിന്ന് ട്രെയിൻ. ഓക്കെ, ട്രാവലിങ്ങിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്നതിൽ ക്യാമ്പസിനകത്ത് നിങ്ങൾ ഹാപ്പിയാണോ? ക്ലാസ് റൂമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂട്രീഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ലാബിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലാബിൽ എന്ന് വെച്ചാൽ എല്ലാ ലാബിലും കാണുന്ന പോലെ തന്നെ സ്റ്റുഡൻസിന്റെ കുറേ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ അവർ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ പോകാനുള്ള കുട്ടികളുടെ കിറ്റാണ്. അതും ഇനഫ് നമ്പർ ഓഫ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റൗവും അങ്ങനെയുള്ള പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ന്യൂട്രീഷൻ ലാബിൽ വേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പം വേറൊരു എക്യുപ്മെന്റ് കണ്ടു. ഇത് വേറെ എങ്ങും നമ്മൾ കണ്ടില്ല. ഇത് ബേബി ഇൻക്യുബേറ്റർ ആണ്. കുഞ്ഞുങ്ങൾക്ക് ജനിച്ചതിന് ശേഷം നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഡെമോ എക്യുപ്മെന്റ് ആണ്. ഇത് ഡെമോ അല്ല, ഇത് ശരിക്കും എക്യുപ്മെന്റ് ആണ്. ഇവിടെ കുട്ടികൾക്കായിട്ട് ഇതും നമ്മൾ കണ്ടു. പേരെന്താ? സാന്ദ്ര. സാന്ദ്ര. സ്ഥലം? കോട്ടയം. കോട്ടയം. മോളുടെയോ? മറുവ. മറുവ. സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്. മോളുടെയോ? നിഹാല. സ്ഥലം? കോഴിക്കോട്. രണ്ടുപേരും കോഴിക്കോട് നിന്നാണ്. സോ അപ്പോൾ നിങ്ങൾ നഴ്സിംഗ് BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ ആണ്. എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ? എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ്സസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ കൂടുതൽ മലയാളി സ്റ്റുഡൻസ് ആണോ? ആണ്. അപ്പം മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ ക്ലാസ് എടുക്കുന്നത്? ഇംഗ്ലീഷിലാണ്. ഫാക്കൽറ്റീസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ്. ഓക്കെ, നിങ്ങൾക്ക് ലാബും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? നമ്മളിവിടെ ഓക്കെ, നമ്മളിവിടെ അനാറ്റമി ലാബിൽ കടാവറുണ്ട്. സാധാരണ നഴ്സിംഗ് കോളേജിൽ നമ്മൾ കടാവർ കണ്ടില്ല. നിങ്ങൾക്ക് അത് ഡിസെക്ഷൻ ഒക്കെ തരാറുണ്ടോ? ആയിട്ടില്ല. അപ്പം ഇനിയാണ് അത് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പോസ്റ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റൽ പോസ്റ്റിങ്സ് ഒക്കെ നല്ലതാണ്. ഫസ്റ്റ് ഇയറിൽ കിട്ടിയിരുന്നോ? ഫസ്റ്റ് ഇയറിൽ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നല്ലതായിട്ട് പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റലിനെ പറ്റി എന്താണ്? ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ നല്ലതാണോ? ഫുഡൊക്കെ നല്ലതല്ല. നിങ്ങൾക്ക് കൺജസ്റ്റഡ് ആണോ ഹോസ്റ്റൽ? പറഞ്ഞോ. അതെ. ഓക്കെ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? മൂന്ന് നേരം റൈസാണ്. ഓക്കെ, ഫുഡ് അപ്പോൾ കുറച്ച് ഒരു ഇതുണ്ടല്ലേ. അല്ലാണ്ട് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഹോസ്റ്റലിൻ്റെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. ഇതാണ് ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂം വരുന്നത്. എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഡെസ്കും ബെഞ്ചും ഒക്കെ അടിപൊളി. അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഏരിയ കാരണം വലിയ ചൂടില്ലാത്തൊരു ഏരിയ ആണ്. അവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. പിന്നെ CCTV സർവൈലൻസിലാണ് ക്ലാസ് റൂം ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാമ്പസ് ഓൾമോസ്റ്റ് എല്ലാം ചുറ്റി കണ്ടു. ലാബുകൾ കണ്ടു, ക്ലാസ് റൂംസ് കണ്ടു, കുട്ടികളോട് റിവ്യൂ ചോദിച്ചു. സോ നമുക്കൊരു ഫൈനൽ റിവ്യൂയിലേക്ക് എത്താം. ഇപ്പം ഞങ്ങളുടെ ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് ഏറ്റവും നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്ന ആർക്കാന്ന് ചോദിച്ചാൽ നഴ്സിംഗ്, അതുപോലെ ഫിസിയോതെറാപ്പി, പിന്നെ അലൈഡ് കോഴ്സസിനും നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്നതാണ്. പക്ഷേ ഇവിടെ BBA അതുപോലെ ഫാഷൻ ഡിസൈനിങ് MBA കോഴ്സസ് ഉണ്ട്. എന്നാലും ഞങ്ങൾ കണ്ടെടുത്തോളം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് പറയാനായിട്ടില്ല. പക്ഷേ ഈ ക്യാമ്പസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കോഴ്സസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നഴ്സിംഗും അലൈഡും ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിക്ക് അടിപൊളി ലാബും കാര്യങ്ങളൊക്കെയാണ്. നഴ്സിംഗിന് നല്ല ലാബുകളും കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ അവരുടെ ക്ലാസ്സിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോസ്റ്റിംഗിലും നല്ല സാറ്റിസ്ഫൈഡ് ആണ് നഴ്സിംഗ് സ്റ്റുഡൻസ്. നന്നായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് കുട്ടികൾ പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞങ്ങൾ കണ്ടത് പറയാം. അതായത് കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ ഹോസ്റ്റലിൽ ഓൾമോസ്റ്റ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇവർക്ക് PG ഓപ്ഷൻ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റ് കോളേജുകൾ കാണുന്ന പോലെ തന്നെ കുട്ടികൾ ആവറേജ് റിവ്യൂ തന്നെയാണ് കുട്ടികൾ പറയുന്നത്. ഫുഡ് നിങ്ങൾക്കും അറിയാം, ബാംഗ്ലൂർ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ പോയി നാട്ടിൽ തന്നെ ഹോസ്റ്റലിൽ ഫുഡ് വളരെ മോശമാണ്. പിന്നെ നഴ്സിംഗും അതുപോലെ തന്നെ ഈ അലൈഡ് കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു റിവ്യൂ ആണ് കോളേജ് നല്ല സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആവുന്നതിന് കാരണം വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ പറയുന്നത് വെച്ചാൽ ഇപ്പം വീക്കെൻഡിൽ പുറത്തോട്ട് വിടില്ല അങ്ങനെയൊക്കെ. കാര്യം കുട്ടികളുടെ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ പിന്നെ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, മെഡിക്കൽ കോഴ്സ് ഏതും ആയിക്കോട്ടെ അത് എല്ലാ കോളേജിലും സ്ട്രിക്റ്റ് ആണ്. അതെ, ഇപ്പോൾ കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ക്യാമ്പസ് നോക്കുന്ന സമയത്ത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുന്നു. ചിലപ്പോൾ ഫോൺ ക്ലാസ് റൂമിൽ അനുവദിക്കില്ല, അതല്ലെങ്കിൽ ഔട്ടിങ്ങിന് വിടില്ല എന്നൊക്കെയുള്ള കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ ഇത് വലിയ നെഗറ്റീവായിട്ട് തോന്നും. പക്ഷേ കോളേജുകാരുമായിട്ടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ഇത്രയും കോളേജിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കോളേജുകളിലും ഇപ്പോൾ നാട്ടിലെ കോളേജ് ആയിക്കോട്ടെ ഇപ്പോൾ ഇവിടുത്തെ കോളേജ് ആയിക്കോട്ടെ പല കോളേജുകളിലും സ്ട്രിക്ട്നെസ് കുറയുന്നതനുസരിച്ച് കുട്ടികൾ കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജുകാർ അവരുടെ ഗുഡ് വില്ലും കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്
കുട്ടികളോട് വളരെ സ്ട്രിക്ട്നെസ് കാണിക്കുന്നത്. അല്ലാണ്ട് ഈ കുട്ടികളോട് ഒരു എന്താ പറയുക സ്ട്രിക്ട്നെസ് കാണിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കാര്യം ഈ ഒരു ക്യാമ്പസിൻ്റെ പഠിക്കുന്ന ഒരു കുട്ടി എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്ത് പുറത്ത് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത് ബാധിക്കുന്നത് ഈ കോളേജ് മാനേജ്മെന്റിനെ തന്നെയായിരിക്കും. മാനേജ്മെന്റിനെ അതുപോലെ തന്നെ ബാക്കി ബാക്കി പഠിക്കുന്ന കുട്ടികളെയും അതെ കോളേജിന്റെ പേര് വരുമ്പോൾ അത് നിന്റെ കോളേജല്ലേ അവിടെ ഇത് കേട്ടേന്ന് ബാക്കി പഠിക്കുന്ന കുട്ടികളെ ബാധിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ബാധിക്കാം. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ കോളേജ് സ്ട്രിക്ട്നെസ് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. കാര്യം ഇവിടെ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ അത്യാവശ്യം ഈ നഴ്സിംഗ് അങ്ങനെയുള്ള മേഖല സ്ട്രിക്റ്റ് ആണ്. പക്ഷേ പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കാര്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. കാര്യം ബിൽഡിംഗ് ഒക്കെ ബിൽഡിംഗ് ഒക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ്. അതുപോലെ ലാബ് പിന്നെ ടീച്ചേഴ്സിനെ പറയട്ടെ, നല്ല സീനിയർ സ്റ്റാഫുകളാണ്. നമ്മൾ കുറെ പേരെ കണ്ടു, എക്സ്പീരിയൻസ് അല്ലാത്തവരല്ല, എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. പല കോളേജിലും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമ്മൾ അങ്ങനെയുള്ള കോളേജൊക്കെ കുറേ അവോയ്ഡ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ പഠിപ്പിച്ച് ഇറങ്ങി നഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയവരൊക്കെയാണ് BSc നഴ്സിംഗ് പഠിച്ചവരാണ് MSc പോലും കഴിയാതെ പഠിപ്പിക്കുന്ന കോളേജ് ഞങ്ങൾ കണ്ടു. പക്ഷേ ആ കോളേജ് നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഫാക്കൽറ്റീസ് ഉള്ളവരെല്ലാം അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഓവറോൾ റിവ്യൂ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. വളരെ അഫോർഡബിൾ ബഡ്ജറ്റ് ആയിട്ടുള്ളത്. ഐ തിങ്ക് 9 lakh എന്തോ വരുന്നുള്ളൂ ഇവിടുത്തെ നഴ്സിംഗിൻ്റെ പാക്കേജ് വരുന്നത്. ബാക്കിയുള്ളതും അലൈഡ് ഹെൽത്ത് സയൻസും ഫിസിയോതെറാപ്പിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ്. അപ്പോൾ അടുത്ത കോളേജ് റിവ്യൂ വരുന്നവരേക്കും ബൈ ബൈ.